നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രക്തസാക്ഷി സ്മാരകത്തിൽ വെട്ടിലായി CPM. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ നേതൃത്വം ഏറ്റെടുക്കുന്നതായി ആരോപണം. CPM ഭീകരപ്രവർത്തനത്തെ താലോലിക്കുന്നതായി സുധാകരൻ. വിമർശനങ്ങൾക്കിടെ സ്മാരകം 22-ന് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരം ഗതാഗത കുരുക്കിൽ. സ്റ്റേഡിയം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ വാഹനങ്ങളുടെ നീണ്ട നിര. കുരുക്കിന് കാരണം താവകര ആശീർവാദ് ജംഗ്ഷനിലെ ഇന്റർലോക്ക് പാകൽ. 20 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ലെന്ന് ഉസ്താദ് അംജദ് അലിഖാൻ. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്നും അലിഖാൻ. വാർത്തകൾ വിശദമായി. ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട സഖാക്കൾക്ക് വേണ്ടി രക്തസാക്ഷി സ്മാരക മന്ദിരം പണിത CPM കേരളീയ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് CPM ബോംബ് തയ്യാറാക്കിയത്. പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടനമുണ്ടായപ്പോഴും CPM ആദ്യം തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ വൈകാതെ ഇവിടെയും സ്മാരക മന്ദിരം ഉയരുമെന്ന് സുധാകരൻ പറഞ്ഞു. സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയാണ് എന്നത് ഭീകര പ്രവർത്തനത്തെ CPM എന്തുമാത്രം താലോലിക്കുന്നു എന്നതിന് തെളിവാണെന്നും സുധാകരൻ പറഞ്ഞു. പാനൂർ ചെട്ടക്കണ്ടിയിലെ ഷൈജു, സുബീഷ് എന്നിവർക്കായിട്ടായിരുന്നു CPM സ്മാരകം പണിതത്. 2015-ൽ കൊല്ലപ്പെട്ട ഇവരെ CPM അന്ന് തള്ളിപ്പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടനത്തിനിടയിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് CPM ബോംബ് തയ്യാറാക്കിയത്. പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോഴും CPM ആദ്യം തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ വൈകാതെ മൂളിയത്തോടും സ്മാരക മന്ദിരം ഉയരുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. TP ചന്ദ്രശേഖരൻ, ഷുഹൈബ്, ശരത്ലാൽ, കൃപേഷ്, അരിയിൽ ഷുക്കൂർ തുടങ്ങിയ എത്രയോ പേരെയാണ് CPM ബോംബുകൾ ഇല്ലാതാക്കിയത്. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള സന്ധിയില്ലാ സമരമായിരുന്നു തന്റെ ജീവിതം. എത്രയോ വട്ടം അവരുടെ ബോംബ് ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിലാണ് CPM എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ കാടത്തത്തിന്റെ തേർവാഴ്ച. കണ്ണൂരാണ് ഈ കാടത്തത്തിന്റെ പ്രഭവ കേന്ദ്രവും. 2-3 ദശാബ്ദമായി പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഭരണത്തണലിൽ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPM. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം പണിത് പാർട്ടി വിവാദത്തിലായിരിക്കുന്നത്. പാനൂർ തെക്കുമുറിയിലാണ് CPM സ്മാരകം നിർമ്മിച്ചത്. ഏറെ വിമർശനങ്ങൾക്കിടെ സ്മാരകം ഈ മാസം 22-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം സ്ഫോടനത്തിൽ പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് CPM നേതാക്കൾ പറയും. തൊട്ടടുത്ത വർഷം അവരെ രക്തസാക്ഷി പട്ടികയിൽ ചേർക്കും. പിന്നീട് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും രക്തസാക്ഷി മന്ദിരം ഒരുക്കുകയും ചെയ്യുന്നതാണ് CPMന്റെ പതിവ്. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റക്കുണ്ടിലെ കാക്രോട്ട് കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2015 ജൂൺ 6-ന് സ്ഫോടനമുണ്ടായത്. CPM പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനായിരുന്നു. അത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇരുവരെയും ഈസ്റ്റ് ചെറ്റക്കുണ്ട് AKG നഗറിലെ പാർട്ടി വക ഭൂമിയിലാണ് സംസ്കരിച്ചതും. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണവും നടത്തി. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെക്കുറിച്ചുള്ള വിശദീകരണം. കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഷൈജു, സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ഈ മാസം 22-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ്. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് CPM സംഘടിപ്പിക്കുന്നതും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂർ മൂളിയത്തോട് മാവുള്ളച്ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അന്നും പാർട്ടിക്ക് പങ്കില്ലെന്ന് തന്നെയാണ് CPM വിശദീകരണം നൽകിയതും. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സ്ഥാപക നേതാവ് A. കൃഷ്ണന്റെ 22ാം ചരമവാർഷിക ദിനാചരണവും ജില്ലാ ജനറൽ ബോഡി യോഗവും നടന്നു. ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന യോഗം സംസ്ഥാന സെന്റർ കമ്മിറ്റി അംഗം C. അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് C. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. PM ഉണ്ണികൃഷ്ണൻ, A. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
മോശമല്ലാത്തൊരു കോൺട്രാക്ടറെ നല്ല നിലവാരം പുലർത്തുന്ന ക്വാളിറ്റിയോടുകൂടെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കരാറുകാരനാണ് കൃഷ്ണൻ. അദ്ദേഹം ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ടപ്പോൾ സൊസൈറ്റി ആക്ട് പ്രകാരം 410/87 സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിക്കുകയും ഏകദേശം 14 ജില്ലകളിലും 12ഓളം ജില്ലകളിലും സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനം അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തി. ത്യാഗോജ്വലമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് പോലും ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അന്ന് സ്വാഭാവികമായിട്ട് സംഘടന രൂപീകരിച്ചപ്പോൾ ഇന്ന് നമ്മുടെ താവക്കര ആശീർവാദ് റോഡ് ജംഗ്ഷനിൽ ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചു. ഇന്നു മുതൽ മെയ് 20 വരെയാണ് പ്രവൃത്തി നടക്കുക. ഇതുവഴിയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടു. സ്ഥിരമായ റോഡ് പൊട്ടിപ്പൊളിയുന്ന ഒരിടമാണ് ആശീർവാദ് റോഡ് ജംഗ്ഷൻ. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ അതിസാഹസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഗതാഗത കുരുക്കിൽ അമരുന്ന റോഡിൽ ഇന്റർലോക്ക് പാകുന്നതോടെ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന് ഉദ്യോഗസ്ഥർക്ക് വിശ്വാസമുണ്ട്. റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡ്, മുനീശ്വരൻകോവിൽ പ്ലാസ ജംഗ്ഷൻ വഴിയാണ് തിരിച്ചുവിടുന്നത്. ഇത് കാരണം നഗരം ഗതാഗത കുരുക്കിൽ അമർന്നു. റോഡ് അടച്ചതറിയാതെ നിരവധി വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടി. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രക്തസാക്ഷി സ്മാരകത്തിൽ വെട്ടിലായി CPM. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ നേതൃത്വം ഏറ്റെടുക്കുന്നതായി ആരോപണം. CPM ഭീകരപ്രവർത്തനത്തെ താലോലിക്കുന്നതായി സുധാകരൻ. വിമർശനങ്ങൾക്കിടെ സ്മാരകം 22-ന് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരം ഗതാഗത കുരുക്കിൽ. സ്റ്റേഡിയം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ വാഹനങ്ങളുടെ നീണ്ട നിര. കുരുക്കിന് കാരണം താവക്കര ആശീർവാദ് ജംഗ്ഷനിലെ ഇന്റർലോക്ക് പാകൽ. 20 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ലെന്ന് ഉസ്താദ് അംജദ് അലിഖാൻ. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്നും അലിഖാൻ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. കടലടിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറൈൻ എക്സ്പോയിൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ വേറെ പലതും ഉണ്ട്. എന്റെ ഇവിടെ വന്നാൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയുന്നവർ ആരും കാണില്ല അല്ലേ? സാറിന്റെ ജീവചരിത്രം ഓർമ്മിപ്പിക്കുന്ന ആർട്ട് വർക്ക്സ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോയാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കഡ് അക്രൈലിക് അണ്ടർവാട്ടർ ടണലിലൂടെ കടലിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അടുത്തു കാണാം. മീനുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനടിയിൽ നിന്നും PADI സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ പവലിയനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. കടലിലെ വിസ്മയങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ബാക്കി. ഇപ്പോൾ May 20 വരെയുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വരെ മറൈൻ എക്സ്പോ എൻജോയ് ചെയ്യാം. വാർത്തയിലേക്ക്. പിണറായി പെരുമ സർഗവസന്തം മെഗാ ഷോയുടെ 3-ാം ദിനത്തിൽ മെഗാ ഷോ നഗരിയിൽ നിറഞ്ഞ സദസ്സ്. 3-ാം സർഗസദസ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ PJ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. റെപ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു. T സുധീർ, കോയിപ്രത്ത് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗൗരി ലക്ഷ്മിയും സംഘവും ലൈവ് മ്യൂസിക് വെബ് ബാൻഡ് അവതരിപ്പിച്ചു. ഇന്ന് പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള മെഗാ ഷോ നഗരിയിൽ സർഗസദസ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പത്മവിഭൂഷൺ അംജദ് അലി ഖാൻ അവതരിപ്പിച്ച സരോദ് ഏവരുടെയും മനസ്സ് കീഴടക്കി. തുടർന്ന് അതുൽ നറുകരയുടെ നാടൻ പാട്ട് സോളോ ഫോക്ക് വേദിയിൽ അരങ്ങേറി. ശ്രീകണ്ഠാപുരം നഗരസഭ കുടുംബശ്രീ CDS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കുടുംബശ്രീ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീയുടെ 26-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അരങ്ങ് കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്, കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് ഭാഗം വാങ്ങി വന്നവരാണ് നമ്മൾ. അപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ ആളുകൾ കുറഞ്ഞു, 2 പേരേ ഉള്ളൂ, 2 മക്കളേ ഉള്ളൂ. അച്ഛനും അമ്മയും 2 മക്കളും അല്ലെ ഒരു കുട്ടി. ഇതിനപ്പുറത്തേക്ക് വലിയ അംഗസംഖ്യ ഒന്നും നമ്മുടെ കുടുംബങ്ങളിലില്ല. പക്ഷേ പണ്ട് കൂട്ടുകുടുംബത്തിൽ അനുഭവിച്ചതിലേറെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ആകുലതകളും ഒക്കെ നമ്മളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മാറി വന്ന സാഹചര്യങ്ങൾ, പിന്നെ വർത്തമാനകാലത്തിന്റെ വലിയ തരത്തിലുള്ള IT-യുടെ കടന്നു വരവ്, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. CDS വൈസ് ചെയർപേഴ്സൺ രജിത TP സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CDS ചെയർപേഴ്സൺ ഓമന A അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ P റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K ശിവദാസൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VP നസീമ, ത്രേസ്യാമ മാത്യു, കൗൺസിലർമാരായ നിഷിത റഹ്മാൻ, KV ഗീത, KT ലീല, അജിത KC തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉപജില്ലാ കൺവീനർ ജയവിനോദ് നന്ദി പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ണൂർ വിമാനത്താവളത്തിൽ 41.38 ലക്ഷം രൂപയുടെ സ്വർണ്ണക്കടത്ത് പിടികൂടി. വിമാനത്തിൽ ഷാർജയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ 2 യാത്രക്കാരിൽ നിന്നാണ്
41,38,560 രൂപയുടെ സ്വർണം പിടികൂടിയത്. ജ്യൂസ് മിക്സറിൽ പ്രത്യേക അറയുണ്ടാക്കിയും ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും കവറിൽ പൂശിയുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഗൃഹോപകരണത്തിൽ നിന്നും 34,41,615 രൂപ വിലമതിക്കുന്ന 479 ഗ്രാം സ്വർണമാണ് കണ്ടെടുത്തത്. ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും കാർഡ്ബോർഡ് പെട്ടികളുടെ അകത്തെ പാളിയിൽ പേസ്റ്റ് രൂപത്തിൽ 6,96,945 രൂപയുടെ സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ലെന്ന് പത്മവിഭൂഷൺ ഉസ്താദ് അംജദ് അലിഖാൻ. ഒരു പൂക്കുലയിലെ പൂക്കൾ പോലെ അത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പിണറായിയിൽ നടക്കുന്ന പിണറായി പെരുമയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണ് നാം പഠിക്കുന്നത്. കുട്ടികളെ നാം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ ആവണമെന്നും അംജദ് അലി ഖാൻ പറഞ്ഞു. Music does not belong to any religion. Like flowers, air, water, fire, fragrance, colors, they don't belong to any religion. But every religion needs flowers. So it's a beautiful message of God that we must learn with the role of flowers, we must learn with the role of music. There are only 7 musical notes, sa re ga ma pa dha ni, altogether 12 notes. And this we realized even 5,000 years back, and today everybody has invented so many digital gadgets, including keyboard, mobile phone, but nobody could create 13th musical note. There remain only 12 musical notes. There is no room. So music has connected the world, and all the musicians of the world, we are like one family. And I hope in our country every parent should teach their children that they must respect all the religion of India. ഭാഷാപരമായ വൈഷമ്യമാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തോട് ആഭിമുഖ്യം കുറയാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂര്യകൃഷ്ണമൂർത്തിയും പിണറായി പെരുമ പരിപാടിയുടെ സംഘാടകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മെയ് 14 മുതൽ മെയ് 25 വരെ നടക്കുന്ന മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രം പാട്ടും കളിയാട്ട മഹോത്സവത്തിനോടനുബന്ധിച്ച് കളം മായ്ക്കൽ, കളത്തിലരിയും പാട്ടും നടന്നു. സതീശൻ മരുതായി ചടങ്ങിന് നേതൃത്വം നൽകി. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തിരുമുടി അണിഞ്ഞ ഭഗവതിയുടെ കളിയാട്ടമാണ് മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ക്ഷേത്രം ട്രസ്റ്റി കുട്ടികൃഷ്ണൻ പറഞ്ഞു. തന്ത്രി ബ്രഹ്മശ്രീ പൂന്തോട്ടം പുടിയൂരില്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് മുഖ്യ ചടങ്ങുകൾ നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി മെയ് 23 ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂൾ പരിസരത്ത് നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് രാത്രി 10 ഭഗവതിയുടെ തോറ്റം, 24 രാവിലെ 10 ഭഗവതിയുടെ തോറ്റം, വൈകുന്നേരം 4 ഭഗവതിയുടെ ഉച്ചത്തോറ്റം, വൈകുന്നേരം 6 തുലാഭാരം തൂക്കൽ, രാത്രി 10 ഭഗവതിയുടെ അന്തിത്തോറ്റം, 11 ഭൂതത്താൻ തിരുവടി, രാത്രി 1 മണിക്ക് ഭഗവതിയുടെ കൊടിയിലത്തോറ്റം, മെയ് 25 ശനിയാഴ്ച രാവിലെ 7:30 ഭഗവതിയുടെ തിരുമുടി നിവരൽ, പ്രസാദ സദ്യ, ഉച്ചയ്ക്ക് തുലാഭാരം തൂക്കൽ, കലശം എന്നിവയും നടക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തിരുമുടി അണിഞ്ഞ ഭഗവതിയുടെ കളിയാട്ടമാണ് മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ക്ഷേത്രം മാണിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് കുട്ടികൃഷ്ണൻ പറഞ്ഞു. മാണിയൂർ ശ്രീ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടും കളിയാട്ട മഹോത്സവം മെയ് 14 മുതൽ 25 തീയതി വരെ വിവിധ ഉത്സവാഘോഷ ചടങ്ങുകളോടെ നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായി, രണ്ടാം ഘട്ട ഉത്സവത്തിൻ്റെ ഭാഗമായി മെയ് 23 രാധാകൃഷ്ണ UP സ്കൂൾ പരിസരത്ത് വെച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിരക്കൽ ഘോഷയാത്രയും നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഈ ഉത്സവ വിജയത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 24 തീയതി രാത്രി 12 മണിയോടുകൂടി ഭൂതത്താൻ തിരുവടി പുറപ്പാടും ബന്ധപ്പെട്ട ഉത്സവ ചടങ്ങുകൾ നടക്കുകയാണ്. 25 തീയതി കാലത്ത് 7 മണിക്ക് ഭഗവതിയുടെ തിരുമുടി ഉയരും. ഒട്ടനവധി നാട്ടുകാർ ആ സമയത്ത് തിരുമുടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായത്തിനു വേണ്ടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.
ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ അടുത്ത 3 ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 19, 20 തീയതികളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21-ാം തീയതി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 22-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്നും കടലിൽ പോകാൻ പാടുള്ളതല്ല. മുന്നറിയിപ്പ് കർശനമായി പാലിക്കണം എന്നും കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചു. ബേക്കറി ഉടമക്ക് 5000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പായം ഗ്രാമപഞ്ചായത്തിലെ ബേക്കറിയുടെ പിറകിൽ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കി പ്രത്യേകം നിർമ്മിതിയിലാണ് പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിച്ചത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. ബേക്കറിയിലെ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് പായം ഗ്രാമപഞ്ചായത്തിലെ എടൂരിലെ ബേക്ക് ഗാലറിക്കാണ് പിഴ ചുമത്തിയത്. മാലിന്യം നീക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബേക്കറി പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ പിറകിൽ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പ്രത്യേക നിർമ്മിതിയിലാണ് പാൽ കവർ, ജ്യൂസ്, കുടിവെള്ള കുപ്പികൾ, കവറുകൾ എന്നിവ ജൈവ മാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തി പരിസരവാസികളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ കത്തിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തിയത്. സ്ഥാപന ഉടമയ്ക്ക് 5000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പായം ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ഇ.പി. സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ.ആർ. അജയകുമാർ, ഷെറീഖുൽ അൻസാർ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജെ.ടി. തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ റീജ പി.കെ തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, എംഒ റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6840 രൂപ, പവന് 54,720 രൂപ, വെള്ളി 90 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രക്തസാക്ഷി സ്മാരകത്തിൽ വെട്ടിലായി CPM. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ നേതൃത്വം ഏറ്റെടുക്കുന്നതായി ആരോപണം. CPM ഭീകരപ്രവർത്തനത്തെ താലോലിക്കുന്നതായി സുധാകരൻ. വിമർശനങ്ങൾക്കിടെ സ്മാരകം 22-ന് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരം ഗതാഗത കുരുക്കിൽ. സ്റ്റേഡിയം മുതൽ പ്ലാസ ജംഗ്ഷൻ വരെ വാഹനങ്ങളുടെ നീണ്ട നിര. കുരുക്കിന് കാരണം താവകര ആശീർവാദ് ജംഗ്ഷനിലെ ഇന്റർലോക്ക് പാകൽ. 20 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ലെന്ന് ഉസ്താദ് അംജദ് അലിഖാൻ. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്നും അലിഖാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.